വിദ്യാർത്ഥികൾ ആരെങ്കിലും ഒരു പോസ്റ്റിലെത്തി ഒരു ഇതിലെത്തിയിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം വലിയ സന്തോഷമാണ്. അതാണ് ഇതിന്റെ എന്താണ് നമ്മൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്. അതാണ് ബാംഗ്ലൂർ ഇങ്ങനെ നോക്കണ്ടേ, എനിക്ക് ബാംഗ്ലൂർ പോകാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് പശുക്കാരനോട് പറഞ്ഞു, അപ്പൊ ഇങ്ങനെ കിട്ടില്ല, ബാംഗ്ലൂർ പോകാൻ നിൽക്കില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഈ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യും, ഏതൊരു ചെറ്റക്കുടിയിലാണെന്ന് പഠിക്കാന്ന് വെച്ചാലും അത് പഠിച്ച് ഇറങ്ങിയിട്ട് ആ സർട്ടിഫിക്കറ്റ് മതി ബഗ്ഗെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റത്തെ ഒരു 6ാമത്തെ അലോട്ട്മെന്റ് ആകുമ്പോ എനിക്ക് കിട്ടി. സിമെറ്റ് കോളേജ് ഗവൺമെന്റ് തന്നെയാണ് കിട്ടിയത്. അപ്പൊ എന്നെ വിളിച്ച 4 കോളേജാണ് നഴ്സിംഗ്. അപ്പൊ ഒരു ഭയങ്കര സന്തോഷം. അതാണ് ഇപ്പൊ പറയണമെന്ന് വിചാരിച്ചു. പറയാൻ ഭയങ്കര പ്രൗഡ് ഉണ്ട്, കാരണം ഇതുവരെ എത്തല്ലോ എന്നാലോചിച്ചിട്ട്. പിന്നെ അപ്പോ എന്തായാലും എനിക്ക് നല്ല പ്രൗഡ് ഉണ്ട്, കാരണം ഓള് എൻ്റെ ഒരു ചേച്ചിയായി ഉണ്ടായതുകൊണ്ട് എനിക്ക് നല്ലൊരു പ്രൗഡ് ഉണ്ട്. എനിക്ക് ഓളെ കാണുമ്പോൾ തന്നെ ഇൻസ്പിറേഷൻ ആണ്, കാരണം എല്ലാ കാര്യങ്ങൾക്കും ഓൾക്കൊരു ഉറച്ച തീരുമാനമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എല്ലാത്തിനും ഓക്ക് അതിൻ്റെതായ ഒരു ഇതറിയാം, എന്താ അവിടെ ചെയ്യേണ്ടത്, എവിടെ എന്താ പ്രോബ്ലം, അതൊക്കെ ചെയ്യാൻ എന്താക്കാന്ന് അറിയായിരുന്നു. അലീന, നേഹ, അനാമിക 4 ആണ് നമ്മളത് ഇന്ന് നഴ്സിങ്ങിന് പോയ കുട്ടികളുള്ളത് അല്ലെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി, അവരാർക്കും ഒരു സ്ഥലത്തില്ല, അനാമിക മാത്രമേ ഉള്ളൂ നമ്മളുടെ അടുത്ത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നല്ലൊരു കൈവടി, നമ്മളെ കൈവടി. പഠിച്ചു പോയ ഒരാള് ഇവിടെ എല്ലാവരും കാണാനില്ല അറിയുമ്പോൾ തന്നെ സന്തോഷം. പിന്നെ വിജയിച്ചു വന്നേ വളരെ നന്ദി. അറിയില്ലേ ഇനി അനാമിക ചേച്ചി ഇന്ന് വരുന്നുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഷാഡോയിലൊക്കെ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട് ചേച്ചിനെ, പക്ഷെ എനിക്ക് വല്ല പേര് എന്താന്ന് പോലെ ഇവിടെ ഇല്ലാന്നോ എനിക്കറിയില്ല. എന്റെ വേഗം കറക്റ്റാണ്. എനിക്ക് ഇവിടുന്ന് കിട്ടേണ്ടതൊക്കെ നേടിത്തരാൻ ബലാത്ത ആൾക്കാരാണ് എന്റെ കൂടെ ഉള്ളത്. ഇപ്പോ ഇനി വലിയ ഉയരങ്ങൾക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സംഭവത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മളുടെ ആ ഒരു നെയ്യെത്തിച്ച് ശരിയാവുന്നത്. രണ്ടാമത്തത് ഫ്രണ്ട്ഷിപ്പ് അല്ല, ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മളുടെ റിലേഷൻഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് അല്ല വേണ്ടത്. ഫ്രണ്ട്ലി ആയിരിക്കുമ്പോൾ നമ്മൾ പരസ്പരം എന്താണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയില്ലേ, അതന്നെയാണ് മലയാളത്തിൽ പറഞ്ഞാൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന സംഭവമാണ് ഫ്രണ്ട്ലി എന്ന സംഭവത്തിൽ ഉണ്ടാവുന്നത്. അതേ സമയത്തോ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാനും പോരാന്ന് പറഞ്ഞല്ല, ആയിക്കോട്ടെ എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ നോക്കട്ടെ, 100 ഉറുപ്പിക ഉണ്ട്, എൻ്റെ അടുത്തും ഇല്ല 100 ഉറുപ്പിക, അത് ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്ലി ആണ്. മനസ്സിലായോ ഈ വ്യത്യാസം? മനസ്സിലായി. ഐസ്ക്രീം തിന്നാന്ന് പറഞ്ഞാല് അങ്ങനെയാണ് എന്താ പറയാ ആന്ന് അല്ലേ. അപ്പൊ വേറെ ഒന്നും കൂടി പറയും, നിങ്ങൾ ഒരേ വീട്ടിൽ നിന്ന് ആയതുകൊണ്ട് തിരക്കില്ല, അല്ലെങ്കിൽ പറയും എന്ത് പറയുന്ന അറിയോ, പൈസന്റെ അടുത്തുണ്ടെങ്കിൽ പോവാ അല്ലേ പറയില്ലേ. ഇതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യാൻ നമ്മൾ സിനിമക്ക് പോകാന്ന് പറഞ്ഞാൽ വേണ്ടടി നമുക്ക് പോകണ്ട, അത് ശരിയാവില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫിലിമിന് പോകാന്ന് പറഞ്ഞാൽ വേണ്ട നമുക്ക് വീട്ടിൽ പറഞ്ഞിട്ട് പോകാം. തിരുത്തൽ നടക്കും, അവിടെ റാക്ടിഫിക്കേഷൻ നടക്കും. മനസ്സിലായി? അപ്പൊ നിങ്ങളെ റിലേഷൻഷിപ്പ് സ്കൂളിലായാലും മേറ്റ്സ് ആയാലും രക്ഷിതാക്കളായാലും ആരായാലും നിങ്ങളുടെ റിലേഷൻ ഇറ്റ് ഷുഡ് ബി ഇൻ ഫ്രണ്ട്ലി. എമ്പതി എന്നുള്ള ഇതാണ് നമ്മളിൽ വളർത്തിയെടുക്കേണ്ടത്, സിമ്പതി അല്ല. മനസ്സിലായി? സിമ്പതി ആർക്കും പറയാം, എനിക്ക് എന്താ പറ്റുക ഓ എന്നിട്ട് എനിക്കും പറയാം. അഴകാ എന്നഴകാ നീവെന്നഴക ഉന്നെ തേടി സെല്ലും വിരലഴകം. തോണിയേറിപ്പോളോരേ നിങ്ങൾ പോയി 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 വരുമ്പോൾ കയ്യിൽ കൽപ്പിലൊരാശ മുന്തിരി തിന്നിടുവാൻ. നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ मुझे प्यार हुआ था इकरार
കൊടുങ്കല്ലൂർ വാഴണ പെണ്ണാണേ കൊടുവാരത്ത് ചുടുതാരികത്തോരെ നീരാണേ എനർജി കിട്ടും നിൽക്കാറ് അതുകൊണ്ട് വിശ്വാസത്തിലാണ് വന്നത്. എന്തായാലും എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊടുക്കുന്നു. താങ്ക് യു.